ഹിൻഡർബർഗ് റിപ്പോർട്ടിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അദാനിയെയും രൂക്ഷമായി വിമർശിച്ചിരിക്കുകയാണ് കോൺഗ്രസ് എംപി ജയറാം രമേശ്. ഭയവും വഞ്ചനയും ഭീഷണിയും നിറഞ്ഞതാണ് നരേന്ദ്രമോദിയുടെയും അദാനിയുടെയും വിദേശ നയമെന്ന് എക്സിലൂടെ അദ്ദേഹം കുറ്റപ്പെടുത്തി. ഇന്ത്യൻ വ്യവസായികൾ വിദേശ രാജ്യങ്ങളിൽ നിക്ഷേപം നടത്തുന്നതിൽ അത്ഭുതപ്പെടാൻ എന്തിരിക്കുന്നുവെന്നും അദ്ദേഹം എക്സിലൂടെ ചോദിച്ചു. തീർന്നില്ല, മോദാനിയുടെ FDI നയം ഭയം, വഞ്ചന, ഭീഷണി ഇങ്ങനെയാണോ സ്വകാര്യ നിക്ഷേപം ഉത്തേജിപ്പിക്കപ്പെടുക? ഇന്ത്യൻ വ്യവസായികൾ വിദേശത്തേക്ക് താമസം മാറ്റാനും നിക്ഷേപ അവസരങ്ങൾ തേടാനും നിർബന്ധിതരാകുന്നതിൽ അതിശയിക്കാനുണ്ടോ? CBI NDTV ഓഫീസുകളിലും സ്ഥാപകൻ പ്രണയ് റോയിയുടെ വീട്ടിലും റെയ്ഡ് നടത്തുന്നു. ഫലം, അദാനി ഗ്രൂപ്പിന് ഇപ്പോൾ NDTVയിൽ 64.71% ഓഹരിയുണ്ട്. MCC അംബുജ സിമന്റ് ഓഫീസുകളിൽ CCI സംഘം റെയ്ഡ് നടത്തി. ഫലം, അംബുജ സിമന്റ്സ് ഏറ്റെടുത്തതിനു ശേഷം അദാനി ഗ്രൂപ്പ് രണ്ടാമത്തെ വലിയ സിമന്റ് കമ്പനിയായി ഉയർന്നു. മുംബൈ വിമാനത്താവളത്തിലെ GVK ഗ്രൂപ്പ് ഓഫീസുകളിൽ ED റെയ്ഡ് നടത്തി. ഫലം, GVK എയർപോർട്ട് ഡെവലപ്പർമാരിൽ അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സിന് ഏകദേശം 98% ഓഹരിയുണ്ട്. നോയിഡയിലെ കിൻഡ് ഓഫീസിൽ ആദായ നികുതി ഉദ്യോഗസ്ഥർ റെയ്ഡ് നടത്തി. ഫലം, കിൻഡിലിയൻ ബിസിനസ് മീഡിയയുടെ 49% ഓഹരി അദാനി 48 കോടിക്ക് സ്വന്തമാക്കി. ഇത്തരത്തിൽ അദാനി ഗ്രൂപ്പ് നേട്ടം കൊയ്ത 100 കാര്യങ്ങൾ ജയറാം രമേശ് പോസ്റ്റിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇത് മോദാനി, അതായത് മോദിക്കും അദാനിക്കുമുള്ള ഒരു വലിയ കുരുക്കാവുമെന്നതിൽ ഒരു സംശയവും വേണ്ട. സെബി ചെയർപേഴ്സൺ മാധവി ഭുച്ചിനും ഭർത്താവിനെതിരെയുമാണ് ഹിൻഡർബർഗിന്റെ പുതിയ റിപ്പോർട്ട്. അദാനി ഗ്രൂപ്പിൽ നിക്ഷേപം നടത്തിയ വിദേശ കമ്പനികൾ മാധുരിക്കും ഭർത്താവിനും ഓഹരിയുണ്ടെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. എന്നാൽ ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു മാധവി ഭുച്ചിന്റെ പ്രതികരണം. സെബി എൻഫോഴ്സ്മെന്റ് നടപടിയെടുക്കുകയും കാരണം കാണിക്കൽ നോട്ടീസ് നൽകുകയും ചെയ്തതിന് പ്രതികാര നടപടിയായി ഹിൻഡർബർഗ് സ്വഭാവഹത്യ നടത്തുകയാണെന്നാണ് മാധവി ആരോപിച്ചത്. ആരോപണങ്ങൾ തള്ളി അദാനി ഗ്രൂപ്പും രംഗത്തു വന്നു. അടിസ്ഥാനരഹിതമെന്ന് ചൂണ്ടിക്കാട്ടി സുപ്രീം കോടതി അടക്കം തള്ളിയ ആരോപണങ്ങളാണ് ഇപ്പോൾ ഉന്നയിക്കുന്നതെന്നും വസ്തുതകളെയും നിയമത്തെയും അവഗണിച്ചുകൊണ്ട് വ്യക്തിപരമായ ലാഭം മാത്രം ലക്ഷ്യം വെച്ചുള്ളതാണ് ആരോപണങ്ങളെന്നുമായിരുന്നു അദാനി ഗ്രൂപ്പ് പ്രതികരിച്ചത്. ഏതായാലും ഈ പ്രതികരണമൊന്നും കോൺഗ്രസ് ചെവിക്കൊണ്ടില്ല. മോദാനിയെ വിടാതെ പിന്തുടരുകയാണ് കോൺഗ്രസ്. ഹിൻഡർബർഗിന്റെ സെബി ചെയർപേഴ്സണെതിരായ വെളിപ്പെടുത്തലിൽ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് കോൺഗ്രസ്. അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ രാജ്യവ്യാപക പ്രക്ഷോഭത്തിനാണ് പാർട്ടി നിർദ്ദേശം മുന്നോട്ട് വെച്ചത്. ഓഗസ്റ്റ് 22-നാണ് ഈ പ്രക്ഷോഭ പരിപാടി നടക്കുക. സെബി ചെയർപേഴ്സൺ മാധവി ഭുച്ചിന്റെ രാജി ആവശ്യപ്പെട്ടാണ് സമരം. അന്ന് നടക്കുന്ന പ്രതിഷേധത്തിൽ സംസ്ഥാനങ്ങളിൽ ED ഓഫീസുകളിലേക്കുള്ള മാർച്ചുകൾ കൂടി ഉൾപ്പെടുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റി ആസ്ഥാനത്ത് നടന്ന ജനറൽ സെക്രട്ടറിമാർ, ഭാരവാഹികൾ, PCC പ്രസിഡന്റുമാർ എന്നിവർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനമുണ്ടായത്. മുതിർന്ന കോൺഗ്രസ് നേതാവ് ജയറാം രമേശാണ് ഇക്കാര്യം അറിയിച്ചത്. അദാനി ഗ്രൂപ്പിനെതിരായ സെബിയുടെ അന്വേഷണത്തിൽ ഉണ്ടായ വൈരുദ്ധ്യങ്ങൾ പരിഹരിക്കാൻ ഉടനടി സർക്കാർ നടപടി വേണമെന്നും ഉന്നത ഉദ്യോഗസ്ഥർ കൂടി ഉൾപ്പെട്ട അഴിമതിയുടെ മുഴുവൻ വ്യാപ്തിയും അന്വേഷിക്കാൻ സംയുക്ത പാർലമെന്ററി കമ്മിറ്റിയെ നിയോഗിക്കണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിരിക്കുകയാണ്.